എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ BNS സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അത് ഇതുവരെ എല്ലാ ക്ലാസ്സിലും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എല്ലാം ചെയ്ത എല്ലാവർക്കും വലിയൊരു ബിഗ് താങ്ക്സ്. നിങ്ങൾ ഓരോ ക്ലാസ്സും കാണുമ്പോൾ ഓരോ വീഡിയോയും കാണുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ പോലീസിൻ്റെ ജോലിക്കുള്ള ആ ഇതിക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഓരോ ചവിട്ടുപടിയാണ് ഓരോ ക്ലാസ്സും എടുത്തെടുത്ത് വെക്കണമെന്ന് ആലോചിക്കുക. ഡയറക്റ്റ് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സെക്ഷൻ 309 മുതൽ സെക്ഷൻ 313 വരെയുള്ള 5 സെക്ഷനുകൾ കവർച്ചയെയും കൂട്ടായ കവർച്ചയെയും കുറിച്ചിട്ടാണ് പറയുന്നത്. റോബറി ആൻഡ് ഡെക്കോയിറ്റി. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നോക്കാം. സെക്ഷൻ 309. സെക്ഷൻ 309 പറയുന്നത് കവർച്ചയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കവർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, കവർച്ച മോഷണം തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? കവർച്ചയിൽ എന്ന് പറയുന്നത് ഒരാളെ ഉപദ്രവിച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുക. ബസ്സിൽ പോകുമ്പോൾ ഒരാളുടെ പേഴ്സ് ആരും അറിയാണ്ട് ആളെടുത്തു. ആ പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? മോഷണം എന്നാണ് പറയുക. ഇനി അതേ ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിനെ കുറച്ച് പേര് കൂടി തടഞ്ഞു നിർത്തി ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പിടിച്ച് പറിച്ച് ആ പേഴ്സും മാലയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുക? കവർച്ച എന്ന് പറയാം. ഈ കവർച്ച നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 10 വർഷം വരെയാകുന്ന കഠിന തടവും പിഴ ശിക്ഷയ്ക്കും ആൾ അർഹനാണ്. ഇനി കവർച്ച ചെയ്തൊരു രാത്രിയാണെങ്കിൽ ശിക്ഷ കുറച്ച് കൂടും. അതായത് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിൻ്റെയും ഇടയിലാണെങ്കിൽ, അതായത് രാത്രി സമയം സൂര്യ അസ്തമിച്ചതിന് ശേഷം സൂര്യ ഉദിക്കണേക്കാട്ടി മുമ്പ് വരെയുള്ള ആ സമയത്താണ് ഇങ്ങനെ കവർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ശിക്ഷ കൂടും. 14 വർഷം വരെയാവും ശിക്ഷ. ഇനി ഈ കവർച്ച നടത്താൻ ശ്രമിക്കണ ഏതൊരു വ്യക്തിക്കും 7 വർഷം വരെയാകുന്ന തടവും കഠിന തടവും പിഴ ശിക്ഷയ്ക്കും അർഹനാണെന്ന് നമ്മൾ ഓർക്കണം. ഇനി ആ ഒരു കവർച്ച സംഘമായിട്ട് പോയി എന്നിട്ട് ഒരു വീട്ടിലെ ഒരു വ്യക്തിക്ക് ദ്രോഹം വരുത്തി. അങ്ങനെ ദ്രോഹം വരുത്തി കഴിഞ്ഞാൽ ആ സംഘത്തിലുള്ള എല്ലാ ആൾക്കാരും 10 വർഷം വരെയാകുന്ന തടവിനും അല്ലെങ്കിൽ ജീവപര്യന്ത ശിക്ഷയ്ക്കോ, ദേഹോപദ്രവം വരുത്തിയല്ലോ 10 വർഷം വരെയാകുന്ന കഠിന തടവും ജീവപര്യന്ത ശിക്ഷയും ഒപ്പം വന്ന എല്ലാവരും അതിന് അർഹനാണ്. ഇതൊക്കെയാണ് സെക്ഷൻ 309 പറയുന്നത്. 309 എന്ന് പറയുമ്പോൾ മുക്കുമണ്ടം നെയ്റ്റിൽ ബുദ്ധിമുട്ടിച്ചെടുക്കാൻ വരുന്നു, അങ്ങനെ എങ്ങനെയെങ്കിലും ആലോചിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ സെക്ഷൻ 309 കവർച്ച അല്ലെങ്കിൽ റോബറി. അടുത്തതാണ് സെക്ഷൻ 310. 310 പറയുന്നത് കൂട്ടായ കവർച്ചനെ കുറിച്ചിട്ടാണ്. കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള, ഡെക്കോയിറ്റി. അതായത് ഒരു കവർച്ച ഒരുമിച്ച് നടത്തുമ്പോഴുള്ള കാര്യമാണ് പറയണത്. അതായത് 5 അതിലധികമോ ആളുകൾ കൂട്ടായ ഒരു കവർച്ച നടത്തോ അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുകയോ ചെയ്യണതിനാണ് എന്ത് പറയുക? കൂട്ടായ കവർച്ച എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തെ കുറ്റങ്ങൾ ടീമായിട്ട് ചെയ്യണ കുറ്റങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട്. അതായത് കൂട്ടായിട്ട് ചെയ്യണ ഓരോ വ്യക്തികളും ആ ശിക്ഷയ്ക്ക് അർഹനാണ്. എല്ലാ വ്യക്തികൾക്കും സെയിം ശിക്ഷ തന്നെ കിട്ടാം. കൂട്ടായ കവർച്ചയുടെ സാധാരണ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെയാകുന്ന കഠിന തടവും പ്ലസ് പിഴയാണ്. ഇനി ഈ കൂട്ടായ 5 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കവർച്ചയിൽ ആരെങ്കിലും ഒരാളെ കൊന്നു എന്ന് വിചാരിക്കാം. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലെങ്കിൽ ഈ 10 വർഷം വരെ കഠിന തടവും പിഴയും അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ മരണശിക്ഷയ്ക്കും അവർ അർഹരാണ്. എല്ലാ വ്യക്തികളും ആ കവർച്ച ചെയ്ത എല്ലാ വ്യക്തികളും ജീവപര്യന്തം അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് അർഹനാണ്. മിനിമം ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെയാകുന്ന കഠിന തടവ്. ഇനി ഇങ്ങനെ കൂട്ടായ കവർച്ച നടത്താൻ വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടാ, സമ്മേളിക്കുക, അവരിങ്ങനെ ഒരുമിച്ചാൽ മതി. ഇങ്ങനെ കൂട്ടായ കവർച്ച നടത്താൻ വേണ്ടി ഒരുമിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 7 വർഷം വരെയാകുന്ന തടവ്. ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ കൂട്ടായിട്ടുള്ള കവർച്ച നടത്തുന്ന ആളാന്ന് വിചാരിക്കുക. അങ്ങനെ നടത്തുന്ന സംഘത്തിലെ ഏതൊരാളെ ആരെ കിട്ടിയാലും ആ ആൾക്ക് എന്താണ്? ഒന്നില്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ പറഞ്ഞ പോലെ 10 വർഷം വരെയാകുന്ന കഠിന തടവ് കിട്ടും. ഈ കൂട്ടായ കവർച്ച എന്നുള്ളത് അത് പഠിക്കാനായിട്ടൊരു കോഡുണ്ട്. അതായത് മുക്കെടുക്കാൻ വേണ്ടി 10 പേരും കൂടി വരണ കാര്യം, അതിനാണല്ലോ കൂട്ടായിട്ട് ചെയ്യണ കവർച്ച എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അടുത്താണ് സെക്ഷൻ 311. 311 പറയുന്നത് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യാനുള്ള ശ്രമത്തോടു കൂടിയ കവർച്ചനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് മുക്കെടുക്കാൻ വേണ്ടി കത്തി കൊണ്ട് കുത്തിയെന്ന് ആലോചിക്കുക. 311 അങ്ങനെ ചെയ്യണതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 311 പറയുന്നത്. ഇതിൽ മിനിമം ശിക്ഷയാണ് 7 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്. അതായത് ഈ കവർച്ച നടത്തുമ്പോൾ ദേഹോപദ്രവമോ അല്ലെങ്കിൽ മരണത്തിനിടയാക്കാനോ കാരണമായി കഴിഞ്ഞാൽ, അതായത് നല്ല സാരമായി പരിക്കൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
7 വർഷത്തിൽ കുറയാത്ത കഠിന തടവ് കിട്ടും. ഇത് ഏത് വേണങ്ങളാവാട്ടെ, കവർച്ച സംഭവിക്കുമ്പോൾ എങ്ങനെ നടത്തിയ ഇത് ശിക്ഷ. ഇനി കൂട്ടായ കവർച്ച വന്നാൽ നമ്മുടെ തൊട്ട് മുന്നത്തെ കാര്യം പെടും. അതായത് 5 അതിലധികം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ ശിക്ഷ, അതായത് മരണശിക്ഷ, ജീവപര്യന്തമൊക്കെ വരാം. ഇത് കവർച്ചയാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ടാണ് ദേഹോപദ്രവം ചെയ്യണമെന്നുണ്ടെങ്കിലാണ് 7 വർഷത്തിൽ കുറയാത്ത കഠിന തടവ് എന്ന് പറയുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകാൻ പാടില്ല കേട്ടോ. അതായത് മുക്കെടുക്കാൻ കത്തി കൊണ്ട് കുത്തുന്ന ആലോചിക്കാം. 3-1-1. പിന്നെ മുന്നത്തെ സെക്ഷനുകളൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അടുത്തതാണ് സെക്ഷൻ 312. 312ലാണ് മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ കവർച്ചയോ നടത്തുന്നത്. അതായത് ഒരു കള്ളെന്ന് പറയുന്നത് മാരകായുധം കയ്യിലിപ്പോൾ ഒരു തോക്കുണ്ടെന്ന് വയ്ക്കുക. ഫസ്റ്റ് തന്നെ തോക്ക് എടുക്കില്ലല്ലോ. ഫസ്റ്റ് തന്നെ കത്തിയോ അങ്ങനത്തെ കുഞ്ഞു വല്ല സാധനം അല്ലെങ്കിൽ കൈ കൊണ്ട് തട്ടി മാറ്റിയൊക്കെയാണ് ശ്രമിക്കുക. രണ്ടാമത്തെ ആയുധമായിട്ടാണ് ഈ മെയിൻ ആയുധം മാരകായുധമൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് എടുക്കാനായിട്ട് രണ്ടാമത്തെ ആയുധം എടുത്തു എന്ന് ആലോചിക്കുക. 3-1-2. അതായത് മാരകായുധം കൈവശം വെച്ചിട്ടാണ് ഈ കൂട്ടായ കവർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ, അതായത് അത് വെച്ച് ഉപദ്രവിക്കണം എന്നില്ലേ, മാരകായുധം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 7 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഇതിലെ ലാസ്റ്റ് ഈ 5 ലാസ്റ്റ് സെക്ഷൻ 313. അതായത് മോഷ്ടാക്കളുടെ സംഘത്തിൽ ഉൾപ്പെടുന്നതിനുള്ള ശിക്ഷ. അതായത് ഇവർ ഓൾറെഡി സംഘത്തിലില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് ഈ കൂട്ടായ കവർച്ച നടത്തും. ആദ്യമായിട്ട് ഇങ്ങനെ സംഘത്തിൽ വരാണെങ്കിൽ, അതായത് പതിവായിട്ടൊന്നും പോവാണ്ട് എന്നാൽ കൂട്ടായ കവർച്ചയിൽ ഉൾപ്പെടുകയും ചെയ്തു പതിവായിട്ട് പോവാണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 313 പ്രകാരം ആ സംഘത്തിൽ പെട്ട് കഴിഞ്ഞാൽ 7 വർഷം കഠിന തടവിനും പിന്നെ പീഡശിക്ഷയ്ക്കും അർഹനാണ്. അതായത് മുക്കെടുക്കാനായിട്ട് പിന്നെയും നിന്ന് കഴിഞ്ഞാൽ എന്താവും? 3 എന്ത് സംഭവിക്കും? 3 ജീവാവസ്ഥ. അതായത് സെക്ഷൻ 313 എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ടീമിൽ നമ്മളില്ലെങ്കിലും ആദ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ശിക്ഷ? 7 വർഷം കഠിന തടവും പീഡശിക്ഷയ്ക്കും അർഹനാണ്. ഇനി അടുത്തതാണ് സെക്ഷൻ 314 315. ഈ 2 സെക്ഷനുകളും പറയുന്നത് വസ്തുവകകളുടെ ക്രിമിനൽ ദുരുപയോഗത്തിനെ കുറിച്ചിട്ടാണ്. അതായത് സെക്ഷൻ 314 വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗം. അതായത് മുക്കെടുത്ത് ഒരു കുറ്റം ചെയ്തു പറ്റിപ്പോയി, എന്നാലും അത് തിരിച്ചു കൊടുക്കാണ്ട് അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുക്കെടുത്തു പറ്റി എന്നാലും 3-14 അങ്ങനെ ആലോചിക്കുക. അതായത് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു സംഭവം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക, മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. അത് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 314 പറയുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരാം. അതായത് ഒരു വ്യക്തി ഹൈവേ കൂടെ നടന്നു പോകുമ്പോൾ ഹൈവേയിൽ ഒരു 500 രൂപ കിടക്കണുണ്ട്. 500 രൂപ എടുത്ത് എന്ത് ചെയ്തു? ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആൾ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലേ എന്ന് സെക്ഷൻ 314 പ്രകാരം. ഇത് ഉടമസ്ഥൻ്റെ കൈവശം അല്ലാത്തൊരു വസ്തു ഉടമ കണ്ടെത്തി ചിലപ്പോൾ തിരികെ കൊടുക്കാണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ കുറ്റക്കാരനാവില്ല. പകരം എന്താണ്? മോഷ്ടിച്ച് അന്യായമായ ഒരു വ്യക്തിയുടെ നിന്ന് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ കവർച്ച നടത്തുകയോ ചെയ്ത സംഭവം ദുർവിനിയോഗം ചെയ്താൽ മാത്രമാണ് എന്ത് വരാ? ഈ സെക്ഷൻ 314 കീഴിൽ വരാം. ഇനി ഈ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ് 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകുന്നതുമായ തടവ് ശിക്ഷയും പിഴയാണ് ഇതിന് ലഭിക്കുക 314 പ്രകാരം. അടുത്തതാണ് സെക്ഷൻ 315. 315 പറയുന്നത് മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വസ്തുവിൻ്റെ സത്യസന്ധമല്ലാത്ത ദുർവിനിയോഗത്തിനെ കുറിച്ചിട്ടാണ്. അതായത് മരിക്കണ സമയത്ത് ആളുടെ ഒരു സംഭവം നമ്മുടെ കയ്യിലായിരുന്നു, ആൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കൈപ്പറ്റിയതാണ്. പിന്നെ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഭാര്യ അറിയില്ലല്ലോ എന്ന് വെച്ച് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് സെക്ഷൻ 315 പ്രകാരം കുറ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ നിന്ന് ഒരാൾ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായി. പക്ഷെ ആൾ മരിച്ച കാരണം ആൾ മരിച്ചല്ലോ, അപ്പോൾ ഇതിന് കൊടുക്കണ്ടല്ലോ, ആൾ മരിച്ചില്ല, ഇനി ഇതിനെ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ആ പൈസ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും? അത് സെക്ഷൻ 315 പ്രകാരം തെറ്റായിരിക്കും. ആൾ മരിച്ചു എന്നുണ്ടെങ്കിലും ആളുടെ ആ പൈസയ്ക്ക് അവകാശം ആരാണോ ആൾക്കത് തിരിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 3 വർഷം വരെയാകുന്ന തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഇപ്പം മരിച്ച ആളുടെ ഒരു ഭൃത്യനോ അല്ലെങ്കിൽ ക്ലർക്ക് എങ്ങാനാണ് നമ്മളെന്ന് വിചാരിക്കുക. ഈ പൈസ ഉപയോഗിക്കണ വ്യക്തി, ആ പൈസ ഉപയോഗിക്കണ വ്യക്തി ഇത്ര ക്ലോസ് ബന്ധം ക്ലർക്ക് ഭൃത്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിക്ഷ കുറച്ചുകൂടി കൂടും, കാരണം അത് ചതിയല്ലേ. അപ്പോൾ ശിക്ഷ 3 വർഷത്തിൽ നിന്ന് 7 വർഷം വരെയാകുന്ന തടവ് ശിക്ഷ ലഭിക്കും.
സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ 3 വർഷം, നമ്മുടെ അടുത്ത് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്ലർക്കോ ഭൃത്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിക്ഷ 7 വർഷമാവും. അടുത്തതാണ് സെക്ഷൻ 316. കുറ്റകരമായ വിശ്വാസ ലംഘനത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 316 പറയുന്നത്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അതായത് ഒരു ഉടമയുടെ എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, അത് ഉടമയുടെ അറിവില്ലാണ്ട് നമ്മൾ ദുർവിനിയോഗം ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ 300 പ്രകാരം വിശ്വാസലംഘനമാണ് ചെയ്തത്. ഇപ്പോൾ ഒരാളുടെ കാറ് നമ്മുടെ കയ്യിലുണ്ട്, കാറ് ആള് ടൂർ എങ്ങോട്ടെങ്കിലും പോയപ്പോൾ ഏൽപ്പിക്കാനായിട്ട് കാറ് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇട്ടുവെന്ന് വിചാരിക്കാം. താക്കോല് നമ്മുടെ കയ്യിൽ തന്നു. നമ്മൾ എന്ത് ചെയ്തു, ആളിവിടെ ഇല്ല, ഈ കാറിൽ എന്ത് ചെയ്താലും ആൾ അറിയാനും പോണില്ല. അപ്പോൾ ആ കാറിലെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രിപ്പ് പോയി നോക്കാം. ആ ട്രിപ്പ് പോയിട്ട് അതിൻ്റെ ഉടമ അറിയാണ്ടാണല്ലോ പോയത്. അത് ഉടമ പോയിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, 5 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയോ പിഴയോ ലഭിക്കും. അതായത് വിശ്വാസ ലംഘനം നടത്തിയാലുള്ള ശിക്ഷയാണ് 5 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയും പിഴ ശിക്ഷയും. ഇത് നമ്മുടെ IPC ഇല്ലേ, IPCയിൽ ഇത് 3 വർഷമായിരുന്നു. പക്ഷെ ഇത് BNS വന്നപ്പോൾ ശിക്ഷ 5 വർഷമായി. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 316 പ്രകാരം കുറ്റകരമായ വിശ്വാസ ലംഘനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 5 വർഷം വരെ ആകുന്ന തടവും പിഴ ശിക്ഷയും. ഇനി ഈ സെക്ഷൻ 316 ഓർത്തിരിക്കാനായിട്ടൊരു കോഡ് ഉണ്ട് കേട്ടോ. അതായത് 3ാമത് ഒരാൾ അറിയരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് രഹസ്യമായിട്ടൊരു സൂക്ഷിക്കാൻ തന്ന സാധനമാണെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അറിയിച്ചു. അതാണ് 316. 316 3ാമത് ഒരാൾ അറിയരുതെന്ന് പറഞ്ഞ സംഭവം നമ്മൾ അറിയിച്ചു, വിശ്വാസ ലംഘനം ചെയ്തു. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അടുത്തതാണ് സെക്ഷൻ 317. 317 കളവ് മുതൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒക്കെയാണ് പറയുന്നത്. 317 പറയുന്നത് കളവ് മുതലിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ കളവ് മുതൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം, അതായത് മോഷണമോ പിടിച്ചുമാറിയോ അല്ലെങ്കിൽ കൊള്ളയോ വഞ്ചനോ എന്നിവ ഈ മാർഗങ്ങളിലൂടെയൊക്കെ കിട്ടിയ മുതൽ, അതിനാണ് കളവ് മുതൽ എന്ന് പറയുന്നത്. ഇനി ഈ കളവ് മുതൽ അല്ലെങ്കിൽ മോഷ്ടിച്ച സ്വത്ത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് വഞ്ചനാപരമായിട്ട് ഏതെങ്കിലും ഒരു ഉടായിപ്പ് വഴിയിൽ അത് എടുത്തിട്ട് അത് സൂക്ഷിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് 3 വർഷം വരെ ആകുന്ന തടവ്. ഇനി ഈ പൈസ, അതായത് ഈ കളവ് നടത്തിയ ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ 10 പേര് പോയിട്ടാണ് കൊള്ള നടത്തിയത്. ആ 10 പേരിൽ ഒരാളിൽ നിന്നാണ് വാങ്ങിച്ചത്. അതായത് ആൾക്കറിയാം കൊള്ള നടത്തിയ അല്ലെങ്കിൽ മോഷണം നടത്തിയ മുതലാണെന്ന് അറിഞ്ഞുകൊണ്ടും സത്യസന്ധമല്ലാത്ത രീതിയിൽ ആ സംഭവം വാങ്ങിച്ച് നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്വർണ്ണമോ കളവ് മുതൽ നടത്തിയ സ്വർണ്ണമൊക്കെ ആ കളവ് നടത്തിയ ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം തടവാണ് ഇതിന് കിട്ടുക. അല്ലെങ്കിൽ 10 വർഷം വരെ ആകുന്ന കഠിന തടവും പിഴ ശിക്ഷയും കൂടി കിട്ടാം. ഇനി ഈ സെക്ഷൻ 317 ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതായത് മുക്കബണ്ടം എടുത്തിട്ട് 7 കടൽ കടന്നു കൊണ്ടുപോയാലും കളവ് മുതൽ എന്തുതന്നെയാണ്, കളവ് മുതൽ തന്നെയാണ്. അതാണ് സെക്ഷൻ 317. 3 മുക്കബണ്ടം എടുത്ത് 7 കടൽ കൊണ്ടുപോയാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളവ് മുതൽ തന്നെയാണെന്ന് ഓർക്കുക. ഇനി വരുന്ന സെക്ഷനാണ് സെക്ഷൻ 318. 318 പറയുന്നത് ചതിക്കലിനെ കുറിച്ചിട്ടാണ്, ചീറ്റിങ്. അതായത് 3 പേര് ചേർത്ത് ഒരാളെ പൊട്ടനാക്കുക. അങ്ങനെ ആലോചിക്കുക, 3 1 8 പൊട്ടനാക്കി. അതായത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരാളെ ഒരു മുക്കുവണ്ടം കാട്ടിയിട്ട് ഇത് സ്വർണ്ണാന്ന് പറഞ്ഞ് പറ്റിച്ച് ആളെ കൊണ്ട് ഇതൊരു 5 പവൻ മുക്കുവണ്ടം എടുത്തിട്ട് 5 പവൻ സ്വർണ്ണാന്ന് പറഞ്ഞിട്ട് മുക്കുവണ്ടം എടുത്തിട്ട് ആളെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചു. ആൾക്കത് പിന്നീട് മനസ്സിലാവും അത് മുക്കുവണ്ടാണെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തു, പൈസ കൊടുത്ത് ആൾക്ക് പൈസ പോയ ആളുടെ. അപ്പോൾ ആളെന്താണ് ചെയ്തേക്കണേ, ചതിക്കല്ലേ ചെയ്തേക്കണേ. അതായത് ഏതെങ്കിലും വ്യക്തിയെ കബളിപ്പിച്ച് വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ വഞ്ചിക്കപ്പെട്ട വ്യക്തിയെ കൊണ്ട് ഏതെങ്കിലും സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കുകയോ, സ്വത്ത് കൈമാറോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണം വാങ്ങിക്കുകയോ പൈസയുടെ ഇടപാട് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്ത് കൈവശം വെക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യണതിന് സമ്മതം കൊടുക്കുക. അങ്ങനെ കബളിപ്പിക്കപ്പെട്ട ആളുടെ ശരീരത്തിനോ മനസ്സിനോ പ്രശസ്തിക്കോ വസ്തുവിനോ നഷ്ടമോ ഉപദ്രവോ അല്ലെങ്കിൽ ആള് ഭാവിയിൽ അറിയില്ലോ അത് സ്വർണ്ണമെല്ലാം കൊണ്ടാന്ന് മനസ്സിലാവുമല്ലോ, അങ്ങനെ ആളെ വിഷമിക്കും. അങ്ങനെ വിഷമിപ്പിക്കണതിനാണ് എന്ത് പറയാ, ചതി അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത്. അത് പറയുന്നതാണ് സെക്ഷൻ 318. 3 1 8 മുക്കുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാളെ പൊട്ടനാക്കാം. ഇനി ഇങ്ങനെ ഒരാളെ പൊട്ടനാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 3 വർഷം വരെയാകുന്ന തടവ് ശിക്ഷയും പിഴ ശിക്ഷയും. അല്ലെങ്കിൽ വേണമെങ്കിൽ 2 ശിക്ഷയും ഒരുമിച്ചും കിട്ടാം.
ഇനി ഒരാൾ ആ സംഭവം ചെയ്യാനായിട്ട് നിയമാനുസൃതമായിട്ട് ഒരു ബാധ്യസ്ഥനാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇതുപോലത്തെ അന്യായമായ നഷ്ടം ഉണ്ടാക്കണേ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ആള് ഒരു നിയമപരമായിട്ട് കരാറിലാണ്, ചിലപ്പോൾ ഇങ്ങനെ അന്യായമായ നഷ്ടം ഉണ്ടാക്കി ആള് വേണമെങ്കിൽ ജയിലിൽ പോവാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ആളെ ഇങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ, ചതിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൂടും. ശിക്ഷ 5 വർഷം വരെയാകുന്ന തടവോ പീഡശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും കിട്ടും. ഇനി ഈ ചതിയിൽ ഇപ്പോൾ ഒരു ഒപ്പിട്ട അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ സീൽ ചെയ്ത ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റോ അങ്ങനത്തെ കാര്യമാണ് ആളെ പറ്റിച്ച് എന്ത് ചെയ്യാണ് കൈമാറ്റം നടത്തണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് സീൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ വെച്ചിട്ടുള്ള സെക്യൂരിറ്റി, അങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ അത് വെച്ച് ചതിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കുറച്ചുകൂടി കൂടും. 7 വർഷം വരെയാകുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. അടുത്തതാണ് സെക്ഷൻ 319. 319 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലിനെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങൾ എന്തായാലും മറക്കില്ല. അതായത് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, 319, അത് മുന്നാന്ന് പറഞ്ഞൊരാൾ വേഷം മാറിയിട്ട് 9 മാറി. മുന്നാന്ന് പറഞ്ഞൊരാണായിരുന്നു, വേഷം മാറി പെണ്ണായിട്ട് മാറി. അത് നമുക്ക് വേറെ രീതിയിലും ആലോചിക്കാം. ഒരു സിനിമയുണ്ട് ദിലീപിൻ്റെ മായാമോഹിനി എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ്റെ കൊലപാതകികളെ കണ്ടുപിടിക്കാനായിട്ട് അവൻ പെണ്ണിൻ്റെ വേഷം കെട്ടി വരും. അങ്ങനെ ആലോചിക്കാം. ആ ആൾമാറാട്ടം വഴിയുള്ള ചതിക്കലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 319 പറയുന്നത്. ഇനി അങ്ങനെയുള്ളൊരു വ്യക്തി ചിലപ്പോൾ സാങ്കല്പികമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ ആയിരിക്കും ആൾ മാറി വേഷം കെട്ടി വരാം. അങ്ങനെ വന്നാലും, ഇപ്പോൾ ഒറിജിനലായിട്ടുള്ള ഒരാളുടെ വേഷം മാറി വന്നാലും, എങ്ങനെ വന്നാലും ആൾമാറാട്ടം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. ആൾമാറാട്ടം വഴി ചതി ചെയ്താൽ കിട്ടുന്ന ശിക്ഷയാണ് 5 വർഷം വരെയാകുന്ന തടവ് ശിക്ഷയും പീഡശിക്ഷയും. 5 വർഷം തടവും ഒപ്പം പിഴയാണ് ആൾമാറാട്ടം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുക. അടുത്തതാണ് സെക്ഷൻ 324. സെക്ഷൻ 324 പറയുന്നത് ദ്രോഹത്തിനെ കുറിച്ചിട്ടാണ്. മിസ്ചീഫ്, അതായത് ഇങ്ങനെ ആലോചിക്കാം, മുന്നേയുടെ ഡോക്യുമെൻറ്റ്സ് 2 പേര് 4 കീറിക്കളഞ്ഞു. 3, 2, 4 മുന്നേയുടെ ഡോക്യുമെൻറ്റ്സ് 2 പേര് കൂടി 4 കീറിക്കളഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ആവശ്യമുള്ള സംഭവമോ വേറൊരു വ്യക്തി വന്നത് കീറിക്കളഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഹാനികരമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളെന്തും ഒരു ദ്രോഹം ചെയ്തതായിട്ട് കണക്കാക്കാം. അതായത് ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ വേറൊരാളുടെ മോതിരം ഊരിയിട്ട് കടലിലിട്ട് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ മോതിരമായിരുന്നു, മറ്റേ ആൾക്ക് നഷ്ടമല്ലേ. ആൾക്ക് നഷ്ടം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ മോതിരം എടുത്ത് ചെയ്തത്, ദേഷ്യത്തിൻ്റെ പേരിൽ. അപ്പം എന്ത് ചെയ്തു, ആള് ദ്രോഹം ചെയ്തതായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഐസിൻ്റെ വീട് കണ്ടിട്ടില്ലേ, ഐസിൻ്റെ വീട് മഞ്ഞ സ്ഥലത്തൊക്കെ ഐസ് കൊണ്ടൊരു വീട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ ദ്രോഹം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഐസിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു വിട്ടു വന്നിട്ട് എന്തുണ്ടാവും, ഐസിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ എന്താവും, ഐസാവും. പിന്നെ ഐസ് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുമോ, മൊത്തം കട്ടയാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് ദ്രോഹം എന്ന് പറയുന്നത്. 3, 2, 4 ഇങ്ങനെ ദ്രോഹം ചെയ്യണ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയാണ് 6 മാസം വരെയാകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടാം. 6 മാസം വരെയാകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും കിട്ടാം. ഇനി ഈ ദ്രോഹം ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെയോ സ്വത്തുക്കൾ ഇങ്ങനെ ദ്രോഹം ചെയ്യണതിൽ എന്തെങ്കിലും നഷ്ടമോ നാശമോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടി കൂടും. 6 മാസം എന്നുള്ളത് 1 വർഷം വരെയാകുന്ന തടവോ പിഴയോ ആയിട്ട് കൂടും ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങൾക്ക് നാശം വന്നു കഴിഞ്ഞാൽ. ഇനി ഈ നാശം വരുത്തുന്നത് 20,000 രൂപയ്ക്ക് മുകളിലും എന്നാൽ 1 ലക്ഷം രൂപയെക്കാളും താഴെയും വന്നു കഴിഞ്ഞാൽ, അതായത് അത്യാവശ്യം എമൗണ്ട് വന്നു 20,000 രൂപയ്ക്ക് മുകളിലും 1 ലക്ഷം രൂപയിൽ താഴെയാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ ശിക്ഷ 2 വർഷവും. 2 വർഷം വരെയാകുന്ന ശിക്ഷയും പിഴയും കൂടി കിട്ടും. രണ്ടും കൂടിയും കിട്ടാം, വേണമെങ്കിൽ ഒറ്റയ്ക്കും കിട്ടാം. ഇനി പൈസ കുറച്ചുകൂടി കൂടി, നേരത്തെ 2 വർഷമായിരുന്നു ശിക്ഷ, ഇനി 1 ലക്ഷത്തിന് മേലെയാണ് നാശനഷ്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ശിക്ഷ എന്താവും, 5 വർഷമായിട്ട് കൂടും. 1 ലക്ഷത്തിന് മേലെ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും 5 വർഷം വരെയാകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയും കിട്ടാം. ഇനി ഏതെങ്കിലും ഒരാൾക്ക് മരണം സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ദേഹോപദ്രവം സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ ആളൊന്ന് പേടിപ്പിക്കണം, ആൾക്കൊരു ഭയം ഉണ്ടാക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ചെയ്യണ ദ്രോഹമാണെങ്കിൽ അങ്ങനത്തെ ദ്രോഹത്തിനും സെയിം ശിക്ഷയാണ്. 5 വർഷം വരെയാകുന്ന തടവ് ശിക്ഷയും പിഴയും കൂടി
കിട്ടാം. അടുത്തതാണ് സെക്ഷൻ 325 പറയുന്നത്. 325 എന്ന് പറയുന്നത് ഒരു ജന്തുവിനെ കൊല്ലുകയോ അംഗഭംഗപ്പെടുത്തുകയോ ചെയ്യുന്നത് വഴിയുള്ള ദ്രോഹമാണ്. നമ്മൾ പട്ടീനെയൊക്കെ കല്ലെടുത്തെറിയില്ലേ, അങ്ങനെ കല്ലെടുത്തെറിഞ്ഞാൽ ചില പട്ടികളെ കണ്ടിട്ടുണ്ട് കാലിങ്ങനെ കല്ലെറി കൊണ്ട് നൊങ്കി നടത്തുന്നത്. അത് വല്ലോട് കേസിന് പോയി കഴിഞ്ഞാൽ അത് 5 വർഷം വരെ തടവോ പിഴയോ ലഭിക്കണ ശിക്ഷയാണ്. ഇനി ഇപ്പോഴത്തെ ഒരു നായയുടെ ശല്യം കൂടിയിട്ട് നമ്മളതിനെ വിഷം വെച്ച് കൊന്നു വിചാരിക്കാം, അല്ലെങ്കിൽ വല്ല പൂച്ചേനെയോ എന്തിനെങ്കിലും വിഷം വെച്ച് കൊന്നു വിചാരിക്കാം. അങ്ങനെ ഏതെങ്കിലും ജന്തുവിന്, അത് എന്ത് ജന്തുവാണല്ലോ ആയിക്കോട്ടെ, പട്ടിയോ പൂച്ചയോ കോഴിയോ എന്തായാലും അതിന് വിഷം വെച്ച് കൊല്ലുക അല്ലെങ്കിൽ അംഗഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാം. 3, 2, 5 എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കാം. 3 പേര് കൂടി 2 കൈയും കാലും ജന്തുവിൻ്റെ നശിപ്പിച്ചു. 5 എന്ന് പറയുമ്പോൾ ജന്തു എന്ന് ആലോചിക്കാം. 3, 2, 5. അടുത്തതാണ് സെക്ഷൻ 326. 326 പറയുന്നത് പരിക്ക്, വെള്ളപ്പൊക്കം, തീ അല്ലെങ്കിൽ സ്ഫോടക വസ്തു പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കണ ദ്രോഹത്തിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 326 എന്ന് പറയുന്നത്. 6 എന്ന് പറയുമ്പോൾ 6 റിവർ, നമ്മുടെ നദിയില്ലേ, 6 വെള്ളപ്പൊക്കമൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 6 കാലെന്നോ അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. അതായത് പരിക്ക്, വെള്ളപ്പൊക്കം, തീ ഇതുപോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ മൂലമുണ്ടാക്കണ ദ്രോഹങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 326 പറയുന്നത്. ഇങ്ങനെ ചെയ്യണ ഒരു ദ്രോഹം ഒരു പൊതുസേവകൻ്റെ അധികാരപ്രകാരം ഉറപ്പിക്കപ്പെട്ട ഒരു ഭൂമി, ആ ഭൂമിയുടെ അതിലൊരു ബോർഡൊക്കെ വെച്ച് അവിടെ ഒരു സംഭവം, ഭൂമി ഒരു പൊതുസേവകൻ്റെ അധികാരപ്രകാരം ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിക്കപ്പെട്ട ഭൂമിയിൽ വെച്ചാണ് ചിഹ്നം അല്ലെങ്കിൽ ബോർഡ്. ആ ബോർഡ് വേറെ സ്ഥലത്ത് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ആ ബോർഡിൻ്റെ വാല്യൂ കളയാനായിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്, ഇങ്ങനെ ഒരു ദ്രോഹത്തിന് ഉദാഹരണമാണ്. ആ ചിഹ്നത്തിൻ്റെ പ്രയോജനം കുറയ്ക്കുക എന്ന ദ്രോഹം ചെയ്യുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യും, 1 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാം. ഇനിയിപ്പോൾ ഒരാൾ വീട്ടിൽ പശുവിനെ വളർത്തണമെന്ന് വിചാരിക്കുക. ആ പശുവിനുള്ള വെള്ളം ജലത്തിന് കുറച്ച് ക്ഷാമുണ്ട്, അപ്പോൾ പുഴയെ തോട്ടിക്കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് ആ ജീവികളൊക്കെ വളർത്തണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ തോട്ടിലെ വെള്ളം കുറച്ചു അല്ലെങ്കിൽ ആ ഷട്ടടച്ച് തോട്ടിൽ വെള്ളം വരുത്താണ്ടായി. അപ്പോൾ അത് ആ ജീവികൾക്ക് വെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് സാഹചര്യമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ദ്രോഹത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി ഏതെങ്കിലും നമ്മുടെ മെയിൻ റോഡ് നശിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിക്കുള്ള മെയിൻ റോഡ് നശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുക, ഈ തോട്ടിൽ നിന്നൊക്കെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വന്ന് റോട്ടിൽ പോയി കഴിഞ്ഞാൽ റോഡ് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അതായത് പൊതുവഴികൾ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രെയിനേജിൽ വെള്ളപ്പൊക്കമോ ഡ്രെയിനേജ് മര്യാദയൊക്കെ തുറന്ന് വിടാണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് തട്ടി നിർത്തിപ്പിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടണ ശിക്ഷയാണ് 5 വർഷം വരെ ആകുന്ന തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അതായത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മനുഷ്യജീവികൾക്ക് വേണ്ടിയോ സ്വത്തായി കണക്കാക്കുന്ന ജന്തുക്കൾക്കോ ആഹാരത്തിനോ ഇവർക്കൊക്കെ വേണ്ടിയോ പാനീയം വെള്ളം കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതു റോഡോ പാലോ അല്ലെങ്കിൽ നമ്മുടെ ജലഗതാഗതമോ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ഡ്രെയിനേജിൽ വെള്ളപ്പൊക്കം വരുത്താൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം വരെ ആകുന്ന തടവ് കിട്ടും. ഇനി റെയിൽവേ, വിമാനം, കപ്പൽ, അതിനൊക്കെ നാവിഗേഷനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നാവിഗേഷൻ സിഗ്നലുകൾ, ഇന്ന സ്ഥലത്തോടെ പോകാൻ പാടില്ല, അതുകൂടെ പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഓരോ സിഗ്നലുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സിഗ്നലുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ കാർഷികോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ട്രാക്ടറോ അങ്ങനത്തെ എന്തെങ്കിലും മെഷീനറികളോ അങ്ങനത്തെ എന്തെങ്കിലും കാർഷികോൽപ്പന്നങ്ങളോ എന്തെങ്കിലും സാധനങ്ങൾ തീയിടോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കുറച്ച് കൂടും. 7 വർഷം വരെയാവും ശിക്ഷ. മറ്റേത് 5 വർഷമായിരുന്നു. ഇത് സീരിയസ്നെസ് കുറച്ച് കൂടി. അപ്പം ശിക്ഷ 7 വർഷം വരെ ആകുന്ന തടവും പിഴയും കൂടി ലഭിക്കും. ഇനി വല്ല ആരാധനാലയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വീട് അങ്ങനത്തെ സ്വത്ത് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സീരിയസ്നെസ് എന്തായി കുറച്ചുകൂടി കൂടി. അങ്ങനത്തെ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ കിട്ടണ ശിക്ഷ 10 വർഷം വരെ ആകുന്ന തടവും പിഴയും അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ലഭിക്കാം. ഇതൊക്കെയാണ് എന്ത് പറയണത്, സെക്ഷൻ 326 പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 327. 3 to 7 എന്ന് പറയുമ്പോൾ ഹെവൻ എന്ന് ആലോചിക്കുക. അതായത് ഹെവനിലേക്ക് പോകാനുള്ള രീതിയിൽ അപകടങ്ങൾ ചെയ്യുക. അതായത് എന്നിട്ടായിരിക്കും
കുറേ ആൾക്കാർ മരിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനോ ഉള്ള രീതിയിലുള്ള അപകടങ്ങൾ, ദ്രോഹങ്ങൾ ചെയ്യുമോ? ഇത് 327 പറയുന്നത് ഒരു റെയിൽ, വിമാനം, ഡക്ക് ചെയ്ത കപ്പൽ അല്ലെങ്കിൽ 20 ടണ്ണിന് മേലെ ഭാരമുള്ള ഒരു ജലയാനം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാതാക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദ്രോഹത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 20 ടണ്ണിനേക്കാളും കൂടുതൽ വെയിറ്റുള്ള ഏതെങ്കിലും കപ്പലോ ബോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, കപ്പലിനൊക്കെ ഓൾറെഡി അതിനേക്കാളും വളരെ കൂടുതലുണ്ടാവും, ബോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, അല്ലെങ്കിൽ വിമാനം, റെയില് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, വിമാനം ഡക്ക് ചെയ്ത കപ്പലുകൾ, റെയിലിൻ്റെ സംഭവങ്ങൾ, ഇതൊക്കെ ബോംബിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് ജീവപര്യന്തം തടവ് കിട്ടും. ഒന്നല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ 10 വർഷം വരെ ആകുന്ന തടവും പിഴയും കൂടി കിട്ടും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനത്തെ ഒരു റെയിൽ അല്ലെങ്കിൽ വിമാനം ഡക്ക് ചെയ്ത കപ്പൽ അല്ലെങ്കിൽ 20 ടണ്ണിന് ഭാരത്തിന് മേലെയുള്ള ജലയാനങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സുരക്ഷിതമല്ലാതാക്കാൻ ശ്രമിച്ചാൽ മതി, നശിപ്പിക്കണം എന്നില്ല. അപ്പം എന്ത് ചെയ്യും? 10 വർഷം വരെ ആകുന്ന തടവും അല്ലെങ്കിൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷയും ആ വ്യക്തിക്ക് കിട്ടാം. അടുത്തതാണ് സെക്ഷൻ 328. 328 പറയുന്നത് മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ കപ്പൽ കരയിലോ കടലിലോ കയറ്റുന്നതിനുള്ള ശിക്ഷയാണ്. പണിഷ്മെന്റ് ഫോർ ഇന്റൻഷ്യലി റണ്ണിങ് വെസൽ എഗ്രൗണ്ട് ഓർ ഷോർ വിത്ത് ഇന്റന്റ് ടു കമ്മിറ്റ് തെഫ്റ്റ്. അതായത് കപ്പലിൽ കുറച്ച് സ്വർണ്ണോ അല്ലെങ്കിൽ കുറച്ച് കാറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അത് മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അത് കരയ്ക്ക് അടുപ്പിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടണ ശിക്ഷയാണ് 10 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയും പിഴയും കൂടി കിട്ടാം. അതായത് ഇങ്ങനെ ആലോചിക്കാം, മോഷണം നടത്താൻ വേണ്ടി 2 ആൾക്കാർ ബോട്ട് കരയിൽ അല്ലെങ്കിൽ കടലിൽ നിന്ന് ഒരു ഷോറിക്ക് അടുപ്പിച്ചു. 3, 2, 8 എന്ന് പറയുമ്പോൾ ബോട്ട്, അങ്ങനെ ആലോചിക്കാം, 3, 2, 8 മോഷണം നടത്താൻ 2 പേരും കൂടി ബോട്ട് കരയിൽ അടുപ്പിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 10 വർഷം വരെ ആകുന്ന തടവും പിഴയും. അടുത്തതാണ് സെക്ഷൻ 329. 329 പറയുന്നത് ക്രിമിനൽ അതിക്രമവും ഭവന അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള ഒരാൾ ഒരു ബൈക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ബൈക്ക് വാങ്ങിച്ച അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് അത് ഇഷ്ടമായില്ല ആ ബൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആൾ എന്ത് ചെയ്തു? ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന് ആ ബൈക്ക് നശിപ്പിച്ചു. ആ ബൈക്കിൽ എന്തെങ്കിലും ടയർ ഉരുവിടുകയോ അല്ലെങ്കിൽ എന്തിട്ടെങ്കിലും ടയർ കുത്തി പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അതിക്രമം കാട്ടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സെക്ഷൻ്റെ കീഴിൽ വരും. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിനെ ആളെ പേടിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആളെ അപമാനിക്കണമെന്നോ ഉപദ്രവിക്കുകയോ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കൾ ആളെ നശിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? ഈ സെക്ഷൻ്റെ കീഴിൽ വരും. ഇനി മനുഷ്യവാസ സ്ഥലമായിട്ട് ഉപയോഗിക്കണ ഒരു സ്ഥലം, ഇപ്പോൾ ഒരാളുടെ വീട്, ആ വീട്ടിൽ കയറിയിട്ട് ആ വീട്ടുകാരറിയാണ്ട് ആ വീട്ടിൽ കയറിയിട്ട് ഒരു രാത്രി അവിടെ കിടക്കാമെന്ന് വിചാരിച്ചു, അവിടെ കിടന്നുറങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കയ്യേറ്റായിട്ട് കണക്കാക്കും. അതുപോലെ വല്ല ആരാധനാലയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വസ്തുക്കൾ സൂക്ഷിച്ച് വെച്ചേക്കണ സ്ഥലങ്ങളോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രവേശിച്ച് അവിടെ തങ്ങിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? അതിനൊക്കെ കയ്യേറ്റായിട്ടാണ് കണക്കാക്കുക. വസ്തു കയ്യേറ്റം അല്ലെങ്കിൽ ഭവന കയ്യേറ്റമൊക്കെ ആയിട്ടാണ് കണക്കാക്കുക. അതെന്ത് ചെയ്യും? ഈ സെക്ഷൻ 329 കീഴിൽ വരും. ഇനി ഈ വസ്തു കയ്യേറ്റം നടത്തുന്ന ഏതൊരാൾക്കും കിട്ടുന്ന ശിക്ഷയാണ് 3 മാസം വരെ ആവുന്ന ശിക്ഷയും 5000 രൂപ പിഴയും കൂടി കിട്ടാം. രണ്ടും കൂടി ഒരുമിച്ചും കിട്ടാം. ഇനി ഭവന കയ്യേറ്റമാണ് നടത്തണമെന്നുണ്ടെങ്കിൽ ശിക്ഷ ഭയങ്കരമായിട്ട് കൂടും. ശിക്ഷ 1 വർഷം വരെ ആകുന്ന തടവും അല്ലെങ്കിൽ 5000 രൂപ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും. അടുത്തതാണ് സെക്ഷൻ 330. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ CPOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ BNSൻ്റെ ലാസ്റ്റ് സെക്ഷനാണത്. SAക്ക് ആകുമ്പോൾ കുറച്ചുകൂടി സെക്ഷനുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെക്ഷൻ 330 പറയുന്നത് ഭവന അതിക്രമവും ഭവന ഭേദനവുമാണ്. അതായത് 3 ആലോചിക്കുക, അതിൽ 2 ഏകദേശം ബാ പോലെ ഇരിക്കണേ. ഭവന അതിക്രമവും ഭവന ഭേദനവും. അതായത് ഇത്രയ്ക്കുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കള്ളനോ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ഉള്ളിൽ കയറിയെന്ന് വിചാരിക്കുക. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ജനലേക്കോടെയോ അല്ലെങ്കിൽ ഒരു ചുമര് പൊളിച്ചോ ഏതെങ്കിലും വഴി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് എന്താക്കി കണക്കാക്കാം? ഭവനഭേദനമായിട്ട് കണക്കാക്കാം. അതായത് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ താക്കോല് കളഞ്ഞു പോയെന്ന് വിചാരിക്കുക.
ആ താക്കോല് പക്ഷെ വേറൊരാൾക്ക് കിട്ടി. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ആ താക്കോല് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണേക്കാട്ടി മുമ്പ് ആൾ കണ്ടുപിടിച്ച് നമ്മുടെ വീടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആൾ കയറി എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്തായിട്ട് കണക്കാക്കാം? ഭവനഭേദനമായിട്ട് കണക്കാക്കാം. ഇനിയിപ്പോൾ ഒരാൾ നമ്മുടെ ജനലയുടെ ഉള്ളിൽ കൂടെ കൈയിട്ട് അതിൽ തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്ന് വിചാരിക്കാം. അതെന്തായിട്ട് കണക്കാക്കാം? ഭവനഭേദനമായിട്ട് കണക്കാക്കാം. ഇനി ഇപ്പോൾ ഒരു ഉടമസ്ഥൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ആൾ ഉന്തി മാറ്റിയിട്ട് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ കുറ്റകരമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബലമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാലും അതെന്താണ്? ഇതൊക്കെ ഇതിൻ്റെ കീഴിൽ വരും. ഭവനഭേദനത്തിൻ്റെ കീഴിലാണ് വരാം. സെക്ഷൻ 330 3 ഭവനഭേദനം, ഭവനാതിക്രമം അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇതുവരെയുള്ള സെക്ഷനുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കുക. കമൻറ്റിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഈ അടുത്ത് തന്നെ എന്തായാലും BNSSൻ്റെ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.